നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ ട്രീ ഇൻ മെഷീൻ ലേണിംഗ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ടാസ്ക്. അപ്പോൾ ഇത് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും, ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ റിഗ്രഷൻ ടാസ്കിനും ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു ട്രീ ലൈക്ക് മോഡൽ പോലെയാണ് ഇന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കണം. അതായത് ഇറ്റ് റെപ്രസെന്റ്സ് ഡിസിഷൻസ് ഇൻ എ ട്രീ ലൈക്ക് മോഡൽ ഓഫ് കണ്ടീഷൻസ് ആൻഡ് ഔട്ട്കംസ്. ഇപ്പൊ നമ്മൾ നെയ് ബൈസിൽ ഒരു എക്സാമ്പിൾ കണ്ടിട്ടില്ല അതിന്, അതായത് സണ്ണി ഓവർകാസ്റ്റ് അങ്ങനത്തെ കുറച്ച് സംഭവം ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഇതിലും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് വന്നിട്ട് നമുക്ക് ആ ഡിസിഷൻ ട്രീയെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും അതൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഒരു ഡിസിഷൻ ട്രീ വരയ്ക്കുന്നതിന് മുമ്പ് റൂട്ട് നോഡ് എന്തായാലും വേണം. റൂട്ട് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റ് ദ എൻറ്റയർ ഡാറ്റ സെറ്റ്. അതേപോലെ തന്നെ ഇന്റേണൽ നോഡ്സ് ഉണ്ടാവും, അതായത് റെപ്രസെന്റ് എ ടെസ്റ്റ് ഓൺ എ ഫീച്ചർ. പിന്നെ ബ്രാഞ്ചസ് ഉണ്ടാവും, ലീഫ് നോഡ്സ് ഉണ്ടാവും. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കംസ് ഓഫ് എ ടെസ്റ്റ്. ലീഫ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ക്ലാസ് ലേബിൾസ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ ക്ലാസ് ലേബിൾസ്, അതേപോലെ തന്നെ വാല്യൂസ് ആണെങ്കിൽ റിഗ്രഷൻ ഉപയോഗിക്കും. സോ ഡിസിഷൻ ട്രീ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു ഇന്റർപ്രറ്റ് ആൻഡ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യാനും നല്ല ഈസിയാണ്. ഇറ്റ് മീൻസ് ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ്. ഈ ഹ്യൂമൻസിന്റെ ഡിസിഷൻ മേക്കിംഗ് പോലത്തെ ഒരു പ്രോസസ്സിനെയാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വർക്ക്സ് വിത്ത് ബോത്ത് ന്യൂമറിക്കൽ ആൻഡ് കാറ്റഗോറിക്കൽ ഡാറ്റ. അതായത് ന്യൂമറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രഷനും കാറ്റഗോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ടാസ്കിനും ഉപയോഗിക്കാൻ പറ്റും. സോ ഒരു സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു റൂട്ട് നോഡ് ഉണ്ടാവും, റൂട്ട് നോഡിനെ ലീഫാക്കി ചൈൽഡ് അങ്ങനെ ലാസ്റ്റ് ലീഫ് നോഡ്സ് വരെ എത്തും. അതാണ് നമ്മള് ഈ ഡിസിഷൻ ട്രീനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വെൻ ബിൽഡിംഗ് എ ഡിസിഷൻ ട്രീ ദ അൽഗോരിതം മസ്റ്റ് ഡിസൈഡ് വിച്ച് ഫീച്ചർ ഷുഡ് ഐ സ്പ്ലിറ്റ് ഓൺ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏത് ഫീച്ചർ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇതില്. സോ ആൽഗോരിതം അങ്ങനെയാണ് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണേ. അതായത് വിച്ച് ഫീച്ചർ ഷുഡ് ഐ സ്പ്ലിറ്റ് ഓൺ ഫസ്റ്റ്, അതായത് ഏറ്റവും ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യണ ഇത് എന്താണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഇൻഫോർമേഷൻ ഗെയിനും പിന്നെ ഒന്ന് ജിനി ഇൻഡെക്സും. സോ we use mathematical measures that tells us how pure or impure a data set is after a splitting. ഏതോ സ്പ്ലിറ്റ് കഴിഞ്ഞാൽ എത്രമാത്രം പ്യുവർ ആണോ ഇംപ്യൂർ ആണോ. പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാറ്റ സെറ്റിൽ ആകെ ഒറ്റ ഫീച്ചർ മാത്രമാണല്ലോ, അപ്പോൾ അത് പ്യുവർ ഡാറ്റ സെറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ഡാറ്റ സെറ്റിൽ ഒന്നിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ അതിന്റെ പ്യൂരിറ്റി കുറച്ച് കുറഞ്ഞു, അതാണ് ഇംപ്യൂർ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So the most common ones are entropy, information gain and Gini index. ഇപ്പൊ ഈ എൻട്രോപ്പിയും നമ്മുടെ ഇൻഫോർമേഷൻ ഗെയിനും ഒരേ ഇതിൽ വരുന്നതാണ്. ഇത് സോ അതായത് എൻട്രോപ്പി കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഇൻഫോർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിനി ഇൻഡെക്സ് ആണ്. ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൂട്ട് നോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് എന്ത് ഈ സംഭവം. സോ ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് അൺസർട്ടനിറ്റി ഓർ ഇംപ്യൂരിറ്റി ഇൻ എ ഡാറ്റ സെറ്റ്. ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിനെയോ അതോ ഇംപ്യൂരിറ്റിനെയോ കാണിക്കുന്ന മെഷറാണ് എന്ത് എൻട്രോപ്പി. സോ ഇഫ് ഓൾ സാമ്പിൾസ് ബിലോങ് ടു ദ സെയിം ക്ലാസ് എൻട്രോപ്പി ഈ സീറോ. അതായത് ഓരോ സാമ്പിൾസും സെയിം ക്ലാസ്സിനാണ് റെപ്രസെന്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇംപ്യൂരിറ്റി സീറോ ആവും. സോ ഇഫ് എ ഡാറ്റ സെറ്റ് ഈസ് ഈവൺലി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ക്ലാസ്സസ് എൻട്രോപ്പി ഈസ് മാക്സിമം. അതായത് ആ ഡാറ്റ സെറ്റിൽ ഓരോ ക്ലാസ്സസും ഈവൺലി സ്പ്ലിറ്റ് ആണെങ്കിൽ അതിന് മാക്സിമം എൻട്രോപ്പി ഉണ്ടാവും. അതിനെ മോസ്റ്റ് ഇംപ്യൂർ എന്ന് വിളിക്കാം. എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എൻട്രോപ്പി ഓഫ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ 1 ഐ ഈസ് ഈക്വൽ ടു 1 to c pi log to the power of 2 pi. ഇക്വേഷൻ നമുക്ക് പഠിക്കേണ്ടതാണ്. സോ അതേപോലെ തന്നെ അൽഗോരിതംസ് ഈ ID3 ഇത് ഡിസിഷൻ ട്രീയിൽ ഉണ്ടാവുന്ന 3 അൽഗോരിതംസ് ID3 ഉണ്ട്, കാർട്ട് ഉണ്ട്, C4.5 അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. സോ ID3 ആണ് മെയിൻ ആയിട്ട് കാറ്റഗോറിക്കൽ വാല്യൂസ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ C4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് കാറ്റഗോറിക്കൽ വാല്യൂസിന് പെട്ടതാണ്. നമുക്ക് ഇവിടെ ID3 അൽഗോരിതം മാത്രമാണ് പഠിക്കാനുണ്ടാവുള്ളൂ. സോ ഇവിടെ C എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലാസ്സസ് ആണ്, PI എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ക്ലാസ് I ഇൻ ദ ഡാറ്റ സെറ്റ് S. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഫ് ഓൾ എക്സാമ്പിൾസ് ആർ യെസ്, അതായത് എല്ലാ എക്സാമ്പിൾസും യെസ് ആണ്, അപ്പോൾ പ്രോബിലിറ്റി എന്താണ്, പ്രൊപ്പോർഷൻ എന്താണ് വരിക 1,0. അപ്പോൾ എൻട്രോപ്പി എന്തായിരിക്കും, പ്യൂർ ആയിരിക്കും. അതേപോലെ തന്നെ 50% ആണെങ്കിൽ യെസ്സും 50% നോ ആണെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്
മൈനസ് ഓഫ് 0.5 log to the power of 0.5 പ്ലസ് 0.5 into log to the power of 0.5 അത് 1 ആണ്. സോ മാക്സിമം ഇമ്പ്യൂരിറ്റി ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്ത് എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻട്രോപ്പി കണ്ടുപിടിച്ചിട്ടുള്ള സാധനം ആണ് എന്ത് ഇൻഫോർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇൻഫോർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടെൽസ് us ഹൗ മച്ച് അൺസർട്ടനിറ്റി, അതായത് ഹൗ മച്ച് എൻട്രോപ്പി ഈസ് റെഡ്യൂസ്ഡ് ഇഫ് വി സ്പ്ലിറ്റ് ദ ഡാറ്റ സെറ്റ് യൂസിങ് എ പെർട്ടിക്കുലർ ഫീച്ചർ. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു എൻട്രോപ്പി കണ്ടുപിടിച്ചു. ഏറ്റവും വലിയ എൻട്രോപ്പി എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഇമ്പ്യൂരിറ്റി കുറയും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇൻഫോർമേഷൻ ഗെയിൻ എസ് കോമ എ is equal to എൻട്രോപ്പി ഓഫ് എസ് മൈനസ് സിഗ്മ വി ബിലോങ്സ് ടു വാല്യൂസ് ഓഫ് എ പിന്നെ മോഡുലസ് ഓഫ് എസ് ഓഫ് ഇ ബൈ മോഡുലസ് ഓഫ് എസ് ഇൻറ്റു എൻട്രോപ്പി ഓഫ് എസ് ഓഫ് ഇ. നമുക്ക് നമ്മുടെ ഇത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഡാറ്റാ സെറ്റ്സ് ആണ്. എ എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട് ആണ് യൂസ്ഡ് ഫോർ സ്പ്ലിറ്റിംഗ്. എസ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ സബ്സെറ്റ് ഓഫ് ഡാറ്റാ സെറ്റ് വേർ എ ഈസ് ഈക്വൽ ടു ഡാറ്റാ സെറ്റ് വി ആൻഡ് എസ് ഓഫ് വി ഹോൾ ഡിവൈഡഡ് ബൈ എസ് ഈസ് ഈക്വൽ ടു, അതായത് ഈ ഒരു പോർഷൻ ആണ് പറയുന്നത്, അത് വെയിറ്റ് ആണ്, പ്രൊപ്പോർഷൻ ഓഫ് സാമ്പിൾസ് ഇൻ സബ്സെറ്റ്. സോ ഇത് നമുക്ക് മെയിൻ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്, ഇൻഫോർമേഷൻ ഗെയിൻ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഡിസിഷൻ ട്രീ എങ്ങനെ വരയ്ക്കാന്നൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. സോ ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഹയർ ഇൻഫോർമേഷൻ ഗെയിൻ മീൻസ് ദ ഫീച്ചർ ഗീവ്സ് us മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ ടാർഗറ്റ് വേരിയബിൾ. സോ ഹയർ ഇൻഫോർമേഷൻ ഗെയിൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും എന്തിനെ പറ്റിയിട്ടുള്ളത്, ടാർഗറ്റ് വേരിയബിളിനെ പറ്റിയിട്ടുള്ളത്. ആൻഡ് ഡിസിഷൻ ട്രീ ചൂസസ് ദ ഫീച്ചർ വിത്ത് ദ ഹയസ്റ്റ് IG ഫോർ ദ സ്പ്ലിറ്റ്. അതായത് ഡിസിഷൻ ട്രീ എങ്ങനെയാണ് ചൂസ് ചെയ്യുക ഫീച്ചറിനെ, ഹയസ്റ്റ് ഇൻഫോർമേഷൻ ഗെയിൻ ഏതിനാണുള്ളത് അതിനെടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്പ്ലിറ്റിംഗ് നോഡ് കണ്ടുപിടിക്കുക ഏത് ഇൻഫോർമേഷൻ ഗെയിൻ മെത്തേഡിലൂടെ. അതേപോലെ തന്നെ ജിനി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is another measure of impurity used by the CART algorithm. It is simpler to compute and works well in practice. GNS എന്ന് പറയുന്നത് 1 minus sigma of I is equal to 1 to C PI square. Where PI എന്ന് പറയുന്നത് proportion of class I in the data set S. നമുക്ക് if all the samples are from one class, P എന്ന് പറയുന്നത് എന്താണ് 1,0. GNI എന്തായിരിക്കും 1 minus the whole square of 1 square plus 0 square. അതായത് 1 minus 1 0. അതേപോലെ തന്നെ 50-50 സ്പ്ലിറ്റ് ആണെങ്കിൽ 1 minus 0.5 ഹോൾ സ്ക്വയർ പ്ലസ് 0.5 സ്ക്വയർ, അത്രയാണ് വരിക 0.5 തന്നെ. ഇങ്ങനെയാണ് എന്ത് ജിനി ഇൻഡെക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ എന്താണ് എൻട്രോപ്പി ഇൻഫോർമേഷൻ ഗെയിൻ, അതായത് മോർ തിയറിറ്റിക്കൽ ആണ്, അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ഇൻഫോർമേഷൻ തിയറിയാണ്. അതായത് എൻട്രോപ്പി ബേസ്ഡ് സംഭവങ്ങളാണിത്. അതേപോലെ തന്നെ ജിനി ഇൻഡെക്സ് ആണെങ്കിൽ എന്താണ് ഫാസ്റ്റ് ടു കമ്പ്യൂട്ടർ ആണ്, ഓഫൺ യൂസ്ഡ് ഇൻ പ്രാക്ടീസസ് ലൈക്ക് ദ കാർട്ട് അൽഗോരിതം. സോ നമുക്കൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഓൾ സാമ്പിൾസ് അറ്റ് എ നോഡ് ബിലോങ്സ് ടു വൺ ക്ലാസ്, അതായത് എല്ലാ സാമ്പിൾസും ഒറ്റൊരു ക്ലാസ്സിക്ക്, അതായത് ടാർഗറ്റ് ക്ലാസ്സിക്ക് മാച്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇവിടെ നിർത്താവുന്നതാണ്. അതേപോലെ തന്നെ മാക്സിമം ഡെപ്ത് ഓഫ് ദ ട്രീ ഈസ് റീച്ച്ഡ്, എത്രമാത്രം അടിയിലേക്ക് എത്താൻ പറ്റുമോ അത്രമാത്രം അടിയിലേക്ക് എത്തുക. എന്നിട്ട് ഇൻഫോർമേഷൻ ഗെയിൻ ഈസ് ബിലോ എ ത്രെഷോൾഡ് വാല്യൂ. അതൊക്കെയാണ് എന്ത് സ്റ്റോപ്പിംഗ് കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഡ്വാൻറ്റേജ് എന്താണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് വിഷ്വലൈസ് ആണ്, ഹാൻഡിൽസ് ബോത്ത് കാറ്റഗോറിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ഡാറ്റ ആൻഡ് നോ നീഡ് ഫോർ ഫീച്ചർ സ്കെയിലിംഗ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ക്യാൻ ഓവർ ഫിറ്റ്, അതായത് 2 ഡീപ്പ് ട്രീസ് ഉണ്ടാവും നമുക്ക്, അതായത് ഒന്നെങ്കിൽ 2 ഡീപ്പ് ആയിരിക്കും, ഇല്ലെങ്കിൽ മറ്റേ കുറച്ച് ഒരു ഡെപ്ത് ഉള്ള ട്രീ ആയിരിക്കും. അതേപോലെ തന്നെ സെൻസിറ്റീവ് ടു സ്മോൾ ചേഞ്ചസ് ഇൻ ഡാറ്റ ആൻഡ് ഗ്രീഡി അപ്രോച്ച് മേ നോട്ട് ബി ഗ്ലോബലി ഒപ്റ്റിമൽ. സോ ഒരു എക്സാമ്പിൾ ഡാറ്റ സെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് സണ്ണി ഉണ്ട്, ഹോട്ട് ഉണ്ട്, ഹൈ ഉണ്ട്. അപ്പോൾ പ്ലേറ്റിനിസം നോ ആണ്. ഇത് നമുക്ക് ഒരു ഡിസിഷൻ ട്രീ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കാം, അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാവുന്നതാണ്. ആൻഡ് ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ സെഗ്മെന്റേഷൻ, മെഡിക്കൽ ഡയഗ്നോസിസ്, ലോൺ അപ്രൂവൽ, ഫ്രോഡ് ഡിറ്റക്ഷൻ, അതൊക്കെ നമുക്ക് ഡിസിഷൻ ട്രീ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സോ ഒരു ഡിസിഷൻ ട്രീയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെതർ എന്തൊക്കെയാണുള്ളത്, സണ്ണി ഉണ്ട്, ഓവർകാസ്റ്റ് ഉണ്ട്, റെയിനി ഉണ്ട്. സണ്ണി, ഓവർകാസ്റ്റ്, റെയിനി. ഓവർകാസ്റ്റ് വരുമ്പോൾ എപ്പോഴും ടെന്നീസ് യെസ് ആണോ നോക്കാം. അപ്പോൾ ഓവർകാസ്റ്റ് വരുമ്പോൾ ഇത് യെസ് ആണ്, ഇതും യെസ് ആണ്, 2 സ്ഥലത്ത് മാത്രമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഓവർകാസ്റ്റ് വെതർ വന്നാൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, ടെന്നീസ് യെസ് ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ അത് നമുക്ക് യെസ് കിട്ടി. സോ
അതേപോലെ തന്നെ ഇപ്പൊ സണ്ണി ഉണ്ട്. സണ്ണിയിൽ യെസ്സും ഉണ്ട് നോ ഉണ്ട്. കണ്ടോ, യെസ് ഉണ്ട് നോ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ടെമ്പറേച്ചറും കൂടി നോക്കണം. ടെമ്പറേച്ചർ ഹോട്ട് വന്നു, സണ്ണി വന്നു. ഇപ്പൊ നോ ആണ്, ഇത് നോ ആണ്. അതേപോലെ തന്നെ ഇത് മൈൽഡ് ആണ്, അപ്പൊ കുഴപ്പമില്ല. സോ ഹ്യൂമിഡിറ്റിയിൽ ഹൈ വന്നു. ഹൈ വന്നാൽ എപ്പോഴും നോ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി നമുക്ക് നോക്കണം. അപ്പോൾ വെതറിൽ സണ്ണി ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അതായത് അങ്ങനത്തെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരുന്നതാണ്. സോ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ എക്സാമ്പിൾ ഡാറ്റാ സെറ്റിനെ സോൾവ് ചെയ്യണ ഒരു ഫോർമുല സോൾവ് ചെയ്യണത് നമുക്ക് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ജിനി ഇൻഡെക്സ് വഴി നോക്കാം. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഗെയിം വെച്ചിട്ട് നോക്കാം. സോ ഓക്കെ.